മനോഹരമായ കാളാഞ്ചിറ പാടം നമ്മൾ പ്രകൃതിയെ എപ്പോൾ വർണ്ണിക്കുകയാണെങ്കിൽ നമ്മളുടെ സെൻസ് ഓർഗൻസിനെ കുറിച്ച് ചിന്തിക്കുക. ഈ ഒരു പാടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വൈബ്രൻറ്റ് ഗ്രീൻ പാഡി ഫീൽഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് മരതകപ്പച്ച് വിരിച്ച പായ പോലെയാണ്. നമുക്ക് പറയാം ഇറ്റ് സ്പ്രെഡ്സ് ആസ് എ കാർപ്പറ്റ് ഓഫ് എമറാൾഡ്. ദൂരെ തെങ്ങ് കാണുന്നില്ലേ, ആ തെങ്ങ് നമുക്ക് പറയാം പ്രകൃതിയുടെ ആടിയിലെന്ന കാവൽക്കാർ എന്ന് പറയാം. ദ സ്വയിങ് ഗാർഡിയൻസ് ഓഫ് എന്താ പറയുക നേച്ചർ. അതുകൂടാതെ നമുക്ക് മലനിരകൾ കാണാം, അതിനെ നമുക്ക് പറയാം ചക്രവാളത്തിൻ്റെ കാവൽക്കാർ എന്ന് പറയാം, ദ ഗാർഡിയൻ ഓഫ് ഹൊറൈസൺ. ഇനി നമുക്കിവിടെ എന്ത് ഗന്ധമാണ് അനുഭവപ്പെടുന്നത് നോക്കാം. അതായത് ഓൾ ഫാക്ടറി എന്താ പറയുക എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം എനിക്ക് തോന്നുന്നത് ഈ ചെളിയുടെ ഒരു ഗന്ധമാണ്, ദ ഫ്രഷ് എർതി സെൻറ്റ് ഓഫ് ദ ഡാം സോയിൽ. പിന്നെ തോന്നുന്നത് ഈ ചെടികളുടെ നെൽച്ചെടികളുടെ ഒരു നല്ലൊരു ഗന്ധമുണ്ട്, ദ ഫ്രഷ് അരോമ ഓഫ് ഗ്രോയിങ് റൈസ്. പിന്നെ എനിക്ക് തോന്നുന്നൊരു ഗന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ശ്വാസഗന്ധം, ദ സെൻറ്റ് ഓഫ് നേച്ചേഴ്സ് ബ്രെത്ത് എന്ന് പറയാം. ഇനി ഇവിടെ കേൾക്കുന്ന സൗണ്ടുകൾ നോക്കാം. ക്രോക്കിംഗ് ഓഫ് ഫ്രോഗ്സ്, തവളകളുടെ നാദം കേൾക്കാം. പിന്നെ എന്താ പറയുക ചെർപ്പിംഗ് ഓഫ് ക്രിക്കറ്റ്, ഈ ചീവിടുകളുടെ കരച്ചിൽ കേൾക്കാം. ദൂരെ കണ്ട പക്ഷികൾ വിളിക്കുന്നത് ദ കോൾ ഓഫ് ദ ബേർഡ്സ് കേൾക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് ദ റസ്ലിംഗ് ഓഫ് ദ പാഡി റൈസ് പ്ലാന്റ്സ്, ഈ നെൽച്ചെടികളുടെ ഒരു സൗണ്ട് കേൾക്കാം. ഇനി നമുക്കിവിടെ എന്താണ് ടച്ചിങ് സെൻസേഷൻ എന്താണെന്ന് നോക്കാം. ഈ വളരെ മൃദുവായ മന്ദമാരുതൻ എന്നെ തലോടുമ്പോൾ ദ ജെൻഡർ ടച്ച് ഓഫ് ബ്രീസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആസ് സോഫ്റ്റ് ആസ് സിൽക്ക്, ഒരു വെൽവെറ്റ് ടച്ചാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ തോന്നുന്നൊരു സ്പർശനം സൗന്ദര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ചെളിയിൽ ചവിട്ടുമ്പോൾ, ഈ വെറ്റായിട്ടുള്ള മഡിൽ ചവിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫീൽ ലൈക്ക് എന്താ പറയുക വാക്കിംഗ് ഓൺ ദ ക്ലൗഡ്സ്, ഈ മേഘത്തിലൂടെ നടക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. ശരിക്കും നമുക്ക് വളരെയധികം ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് വരിക, നമ്മളുടെ കുറേ ടെൻഷനുകളൊക്കെ മാറും. ഇതാണ് നമ്മളുടെ ലഹരി ആവേണ്ടത്, കുട്ടികളുടെ പുതിയ തലമുറയുടെ.